ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ FTM വ്ളോഗിന്റെ പുതിയ അടിപൊളി ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. ഒരു ട്രാവൽ വ്ളോഗാണ്. അതെ, ഒരു ട്രാവൽ വ്ളോഗാണ്. അത് സത്യം പറഞ്ഞാൽ എന്റെയും ഗായത്രിയുടെയും ബബുവിന്റെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ട്രാവൽ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എവിടെ നിന്ന് ഇപ്പൊ പറഞ്ഞോ, പിന്നെ പറഞ്ഞോ പറയാമല്ലോ. അതെ, അതായത് ഇത് ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബബുവിന്റെ വിഹാറിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഈ വരുന്ന ജൂൺ 18-ന്. അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് അതെ, ജപ്പാനിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടുന്ന് ഞങ്ങള് ആദ്യം സിംഗപ്പൂർ പോകും, പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ജപ്പാനിൽ. അതെ, ജപ്പാനിലെ ഹെനഡ എയർപോർട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവിടെ ഒരു 10-12 ദിവസം നമ്മൾ അങ്ങനെ അടിച്ചു പൊളി. 26-ന് അതെ, 26-നാണ് അവിടെ നമ്മൾ റിട്ടേൺ. അപ്പം അതിനിടയ്ക്കുള്ള കുറെ വീഡിയോസും കാര്യങ്ങളുമാണ് ഞങ്ങൾ ഇനി വരുന്ന നമ്മുടെ വീഡിയോസിൽ നിങ്ങളെല്ലാം കാണാൻ പോകുന്നത്. നല്ല അടിപൊളി ഫുഡ്, അടിപൊളി സ്ഥലങ്ങള്, പിന്നെ അതിനുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, പിന്നെ എങ്ങനെയാണ് ജപ്പാനിൽ പോകാനുള്ള എക്സ്പെൻസസ്. അപ്പൊ നമ്മുടെ കൂടെ ഗൗരിയും വരുന്നുണ്ട്. ഞങ്ങളിനി ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി ഒരു 1:30-ക്കാണ്. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂറിനുള്ളിൽ കോള് വരും. അപ്പോൾ ബാക്കി വിശേഷം കാണാം. അങ്ങനെ ബബ്ബു ആദ്യമായിട്ട് അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോവാൻ. ബബ്ബു നമ്മള് ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയല്ലേ, ബബ്ബുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ബബ്ബു ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇതിനകത്തൊരു ആ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഗായക്ക് ബുദ്ധിപൂർവ്വം ഗായ വിൻഡോ സൈഡ് എടുത്ത് ഞാൻ നടക്ക് ഗൗരി ധരിക്കുന്നത്. അടിപൊളി. സൂപ്പർ എക്സൈറ്റഡ്. എന്ത് കാണുക വേഗം വേണം പപ്പു ഉറങ്ങിപ്പോയി. ഗൗരി വിവേകം എന്നൊക്കെ കാണുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയായ സിംഗപ്പൂർ ആണ്, ചാങ്കി എയർപോർട്ട്. ഇനി ഇവിടെ നമ്മളൊരു 5 മണിക്കൂറത്തേക്ക് കാണുമല്ലേ. അങ്ങനെ ബബ്ബു ഉറങ്ങുവാണ്. ബബ്ബു അറിയത്തില്ല അടുത്തൊരു കൺട്രിയിലെത്തിയ കാര്യം. ഗായ, പിന്നെ എന്തൊക്കെയുണ്ട് സിംഗപ്പൂരിലെ വിശേഷങ്ങൾ? സിംഗപ്പൂരിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. പാവം ബാബു ഇതൊന്നും കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ ഓരോരോ അട്രാക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഓരോരോ പോയിന്റിൽ. നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭംഗി ആസ്വദിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഇരിക്കാനുള്ള സീറ്റിംഗ് ഏരിയാസും ഉണ്ട്. ബബ്ബു പോയി ഫിഷിനെയൊക്കെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഉണർന്നതേ ഉള്ളൂ. എന്ത് ബബ്ബു, എന്ത് ചെയ്യുന്ന ബബ്ബു, എന്ത് ചെയ്യുന്ന ഇവിടെ? സ്കൈ പോലെ ചെയ്ത് വെച്ചേക്കോ സ്ക്രീനില്. അങ്ങനെ ബബ്ബു സിംഗപ്പൂരില് വണ്ടി ഓട്ടിക്കാനൊക്കെ തുടങ്ങി. ബബ്ബു, ഇതേത് വണ്ടിയാണ് ഇത്? ഇവിടുത്തെ ഫ്രീ സർവീസാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്രീ സർവീസ്. ബബ്ബു ചാങ്കി എയർപോർട്ട് കറങ്ങി നടക്കുന്നതാണ്. 2 സുന്ദരികളും ഒരു സുന്ദരനും. 41-ലോട്ടാണ് പോണത്. നമ്മളിപ്പോൾ നിൽക്കുന്ന F-31. ഇനിയും കടക്കുന്നു.
ഫ്ലൈറ്റ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് F41ലേക്ക് ഓൾമോസ്റ്റ് 15 minutes വാക്കാണ്. 5 മിനിറ്റ് വാക്ക്. വാക്ക് ചെയ്യാതെ പോകുന്ന ഒരാളെ ഉണ്ട്. ബാബു, എവിടെയാണ് താങ്കൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം? പറയുമോ? രാജാവിനെ പോലെ നടക്കുന്നുണ്ട്. വാക്ക് ചെയ്യാൻ ആഗ്രഹം. നമുക്ക് ഈ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പോയാൽ. സത്യം, വല്ല വണ്ടി എല്ലാം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വണ്ടി പോയാൽ. അങ്ങനെ നമ്മുടെ സ്വപ്നതുല്യമായ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകില്ല. സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഹനേഡ എയർപോർട്ടിലാണ്. ബബ്ബുവിന് ഒരു ഗിഫ്റ്റും കിട്ടിയായിരുന്നു ഇവിടെ, മിക്കിയുടെ. ഇതുണ്ടോ? ഇതാണ് ആ ഗിഫ്റ്റ്. അപ്പം ഇതാണ് ബബ്ബുവിന് കിടക്കാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യശാൽ ബബ്ബു ഇപ്പോഴും കൈ തന്നെ. അവനെ ഒന്ന് കിടത്തി വെക്കിയപ്പോ കരഞ്ഞു പോയല്ലേ? അവനിങ്ങനെ ഒട്ടി കിടക്കണം അവനിങ്ങനെ. പക്ഷെ നല്ല ട്രൈ ചെയ്യണം, നല്ലൊരു സംഭവമാണ്. അപ്പം പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രയോറിറ്റി ബേസിൽ നമുക്ക് സീറ്റ്സ് ഒക്കെ കിട്ടും അല്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ ബുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് ബാച്ചിനായിട്ട് ഓപ്ഷൻ കൊടുക്കാം. ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടും. നമ്മളിപ്പോ ഫ്രണ്ട് സീറ്റ് ആണ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അപ്പൊ ഇന്ന് ലഞ്ചിന് കഴിക്കാനുള്ളത് നമുക്ക് ഒരു ബണ്ണുണ്ട്, പിന്നെ ഒരു നൂഡിൽസ് ഉണ്ട്, പിന്നെ ഈ നൂഡിൽസിന് ഒഴിക്കാനുള്ള സോസ്, പിന്നെ ഒരു ജ്യൂസ്, ചീസ്, പിന്നെ ഒരു ക്രാക്കേഴ്സ്, പിന്നെ ഇത് പാസ്ത അല്ലേ? ടൊമാറ്റോ പാസ്ത അല്ലേ? ടൊമാറ്റോ, പിന്നെ സ്പ്രൈറ്റ്. അങ്ങനെ അങ്ങനെ വിജയകരമായി നമ്മളിപ്പം ടോക്കിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 9 മണിക്ക് എത്തി. ഇപ്പം ഏകദേശം ഒരു 11:30 ആയി. ഞങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടോക്കിയോയിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു. പക്ഷെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കാണ് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ടാക്സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് കഴിഞ്ഞ് നമുക്ക് മെട്രോ സർവീസോ മോണോറെയിലോ ഒന്നും ഇല്ലായിരുന്നു. 11:30 കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി കാർ കിട്ടി അല്ലേ? മറ്റേ വൈൽഡ് ഫയർ, അത് ടൊയോട്ടയുടെ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല കോടികളും വിലയുള്ള ടാക്സി ആയിട്ട് ഓടുക. അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ട് എനിക്കൊരു 10,000 yen നമുക്ക് നല്ല രീതിയിൽ പോയി കിട്ടി. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ സമയത്ത് വേറെ ടാക്സികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇനിയിപ്പോ ഇത്രയും ലേറ്റ് ആയി, 12 മണി കഴിഞ്ഞാലും ഫുഡ് പോലും കഴിച്ചിട്ടില്ല. മോനും ഉറങ്ങി. കുഞ്ഞിന്റെ കാര്യം അരിസ്റ്റ് കൂടുതൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ വരാന്നുള്ളതായിരുന്നു. പക്ഷെ അവനെ എത്ര ഇവിടെ സേഫ് ആയിട്ട് വീട്ടിൽ 2 ദിവസം ഈ ഫ്ലൈറ്റ് ഇരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ വണ്ടിക്കകത്ത് ആ ഡ്രൈവർ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. ഹോട്ടൽ മൈ സ്റ്റേസ് പ്രീമിയർ ഒമോരി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ചെറിയ ഹോട്ടലായിരിക്കും, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നല്ല അടിപൊളി ഹോട്ടൽ. വന്നിപ്പം അങ്ങനെ ബെഡിൽ വന്ന് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബെഡ്. വുഡൻ ഫ്ലോറുള്ള ഒരു ഫ്ലോറിൽ അവിടെ ഒന്നും ഇല്ല, ബെഡ് ഇട്ടിട്ട് മാട്രസ് ഇട്ടിട്ട് നമ്മൾ കിടക്കുന്നു. ബാക്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്, അപ്പുറത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഗൗരി ഇവിടെയാണ് കിടക്കുന്നത്, എക്സ്ട്രാ ബെഡ്. പിന്നെ നമുക്ക് ഒരു TV ഉണ്ട്. ഇതെന്താ? ഇത് ഫാനാ അല്ലേ? ഇവിടെ ഫാൻ ഇല്ലല്ലേ? ഇവിടെ ഫാനില്ല, AC മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫാനുണ്ട്. പിന്നെ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി ഒരു ഡ്രസ്സുണ്ട്. കണ്ട, പൈജാമസ് അല്ലേ ഇത്? അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പാർട്ടീഷൻ പോലെ ഉണ്ട്. ഇപ്പുറത്ത് റൂം, അപ്പുറത്ത് ബാത്റൂം. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഗൗരിയെ കാണുന്നു. പിന്നെ ഇവിടെ ഒരു വലിയ ഒരു മിററുണ്ട്. പിന്നെ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ ചെപ്പൽസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. പിന്നെ അത്യാവശ്യം കോഫി കുടിക്കാനുള്ള ഇതുണ്ട്. പിന്നെ ഇതെന്തുവാ കാര്യം? ഇത് തലയാണ്, എക്സ്ട്രാ പില്ലോ ഉണ്ട്. പിന്നെ റെഫ്രിജറേറ്റർ ഉണ്ട്, അതിനകത്തൊന്നുമില്ല. പിന്നെ ലോക്കറുണ്ട്. ഇതാണ്
അടിപൊളി. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. നല്ല അടിപൊളി ഹാൻഡ് സോപ്പും കാര്യങ്ങളും. പിന്നെ ഇവിടെ മിക്ക ഹോട്ടൽസിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, ഈ ടബ്. ഇവിടെ മിക്കയിടത്തും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ കുറേ ഷാമ്പൂസും കാര്യങ്ങളും. പിന്നെ ഇതാണ് നമ്മുടെ രാജാവ്. ഇതിന് മറ്റേ ഇതില്ല, ഫോസറ്റ് ഇല്ല, ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് പുറത്ത് വരുന്നുണ്ട്. കായ ലോസ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നിനക്കൊന്നും വേണ്ട കായ കറി. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് കൊണ്ടുവരും കായ. ലോസണിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിപ്പം പ്രീ കുക്ക്ഡ് ആണ്. പക്ഷേ ഈ ഓവനകത്ത് വെച്ചിട്ട് നമ്മൾ ചൂടാക്കും. അപ്പം ഇതിന് എല്ലാം അതിൽ ടൈമൊക്കെ കണ്ടോ, എത്രയാണ് ചൂടാക്കേണ്ട ടൈം, എത്ര ഫാരൻഹീറ്റ് ആണ്. ഇത് സാൻഡ്വിച്ച് ആണിത്. അപ്പോൾ ഇത് 1 മിനിറ്റേ ഉള്ളൂ, ഇതും 1 മിനിറ്റേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള മേടിച്ചത് ക്രോയിസൻറ്റും ഒരു കസ്റ്റർഡ് ക്രീം. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പം ഇതാണ് ഇന്ന് രാത്രി കഴിക്കാൻ പോകുന്നത്. മണം ഉണ്ട് കേട്ടോ ഈ സാധനം. സ്റ്റിക്കി റൈസ്. സ്റ്റിക്കി റൈസ് ചിക്കൻ്റെ പീസാണിത്. പിന്നെ ഇത് ഗൗരി മേടിച്ചൊരു ചിക്കൻ്റെ സാൻഡ്വിച്ചാണ്. ഒരു വികാരമില്ലാത്ത ബർഗർ, പക്ഷേ സാൻഡ്വിച്ച് കൊള്ളാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണമായി, അതുകൊണ്ട് എൻഡിങ് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ദിവസം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.